ഞായറാഴ്ച അവധി ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അങ്ങനെ ഈ ഞായറാഴ്ച ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി ഞങ്ങൾ ദുബായ് മറീനയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മറീന ബീച്ചിൻ്റെ ഏകദേശം അടുത്തെത്തി. ഞങ്ങൾ അവിടുത്തെ ചെറിയ ചെറിയ ഗല്ലി കൂടെ നടന്ന് ഞങ്ങൾ നേരെ ജൈൻ വീലിൻ്റെ ഓപ്പോസിറ്റ് എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ ആകർഷിച്ച മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് സൺസെറ്റ്. ആ സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്ന ഒരുപാട് വിദേശികൾ, ലൈക്ക് മദാമ്മമാർ, സായിപ്പന്മാർ, അങ്ങനെ ഒരുപാട് പേര്. ഇവരെ പറ്റി ഇങ്ങനെ ഓരോ തമാശകൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് ജൈൻ വീലിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ അതിമനോഹരമായ ഒരുപാട് ബിൽഡിങ്ങുകൾ. അതാണ് നമ്മുടെ മറീനയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങിന് ചുറ്റും ഒരുപാട് ആൾക്കാർ വെറുതെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ അവിടെ കഫ്റ്റീരിയസിൽ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കണം. പിന്നെ അവിടെ കുറേ ക്ലബ്ബുകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു ദുബായിലെ പർദീസ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാനും എൻ്റെ കൂട്ടുകാരും നടന്ന് നമ്മൾ ജൈൻ വീലിൻ്റെ ഏകദേശം അടുത്തെത്തി. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ തണുപ്പ് കാലം സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ തണുപ്പത്ത് ചെറിയൊരു ചൂട് കൊള്ളാന്നുള്ള രീതിയിൽ എല്ലാ വിദേശികളും നമ്മുടെ ബീച്ചിൽ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് ഓരോ തമാശകളും പറഞ്ഞ് നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ബീച്ചിലെത്തി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഈ ജൈൻ വീല് ബാക്കിൽ സൺസെറ്റ് വീഡിയോ എടുക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരുപാട് ആൾക്കാർ ബീച്ചിൽ കുളിക്കണം. ഒരുപാട് ആൾക്കാർ ബീച്ചിൽ ഇതിൻ്റെ ഈ ദുബായിൽ ഈ പറുദീസയുടെ ഭംഗി എന്താണെന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അങ്ങനെ അവരുടെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ 360 ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാര നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ജയ്ബ്രോ ഇടയ്ക്കൊക്കെ ഓരോ തമാശകൾ പറയുന്നുണ്ട്. ബട്ട് നമ്മളതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ ദൂരേന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സ്പോർട്സ് കാറുകളുടെ ഒരു സെറ്റ് ഞാൻ കണ്ടു. ലൈക്ക് ഒരു ബ്ലൂ കളർ സ്പോർട്സ് കാർ. അതെന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. അതെന്താ സംഭവം, അത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പയ്യെ നടന്നു. ഞാൻ കൂട്ടുകാരൊക്കെ വിളിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ നൈസായിട്ട് അവിടേക്ക് പയ്യെ നടന്ന് ഏകദേശം അതിൻ്റെ അടുത്തെത്താറായി. അതിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത് ശരിക്കും സൂപ്പർ കാർ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു കാരിക്കേച്ചർ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് ഇൻസ്റ്റയിലായാലും എന്തിലായാലും കുറേ റീൽസ്. വാട്ടർ ബോട്ടോ, ഒരു സ്പോർട്സ് കാറിൻ്റെ ഷേപ്പിൽ വാട്ടർ ബോട്ട്, അതുകൂടാതെ വാട്ടർ ബലൂൺ, പിന്നെ ബഗ്ഗി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത് നമ്മൾ കണ്ടു. വിൽക്കാൻ മീൻസ് റെൻ്റ് എടുക്കാൻ. ഈ കടലിൽ കൂടെ ഈ ബീച്ചിൽ കൂടെ ഒരു 1 hour 2 hour യാത്ര ചെയ്യാനായിട്ട്. അത്ര നേരം എൻ്റെ കൂടെ വരണില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരെല്ലാവരും ഞാൻ അവിടേക്ക് ക്യാമറ പിടിച്ച് പോയിട്ട് എൻ്റെ പിന്നാലെ ഓടിയെത്തി. അത് കഴിഞ്ഞ് ഞാൻ അവരുടെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് റേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത അത്ര ബഡ്ജറ്റാന്നുള്ള നമുക്ക് മനസ്സിലായി. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് പയ്യെ നീങ്ങി ഇത് എല്ലാം കണ്ട് എൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നടന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ബഗ്ഗീസ്, പിന്നെ വിൻറ്റേജ് ടൈപ്പിലുള്ള കാറിലുള്ള വാട്ടർ ബോട്ടുകൾ, ഇതെല്ലാവരും എന്നെ നല്ല രീതിയിൽ ആകർഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ദുബായ് മറീന എന്ന് പറയുന്നത് ദുബായിലൊരു പറുദീസയാണ്. പിന്നെ ഈ ക്യാമറ, ഞാൻ എടുക്കുന്ന ക്യാമറ എന്താണെന്ന് അറിയാതെ ഒരുപാട് ആൾക്കാർ ഈ ക്യാമറയിൽ ഇങ്ങനെ നോക്കി നമ്മളെ ഫോക്കസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലൈഫിലൊരു മെമ്മറീസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ യാത്ര കഴിഞ്ഞു നമ്മളതൊക്കെ നോക്കി ആസ്വദിച്ചു. എന്തായാലും നമുക്ക് ആ ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൺഫേം. നമ്മൾ ഈ മദാമ്മമാരുടെ കൂടെ ബീച്ചിൽ കൂടെ നടന്ന് നമ്മളിനി കുറച്ച് നേരം ജൈൻ വീൽ നോക്കിയിരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവരുടെ ഇടയിൽ കൂടെ നടന്ന് ഓൾമോസ്റ്റ് ബീച്ചിൻ്റെ അടുത്തിലേക്ക് നമ്മളെത്തി. ഇപ്പോൾ കാണാം ഒരു സുഡാനി പെണ്ണ് ഓടിപ്പോണതും. ഈ ദുബായ് പർദീസിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മലയാളീസ് മാത്രമല്ല, അല്ലെങ്കിൽ റഷ്യൻസോ അങ്ങനെ ആൾക്കാർ മാത്രമല്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു സെറ്റ് ആൾക്കാരെ കാണാം. ലൈക്ക് റഷ്യൻസ്, ഉസ്ബെക്കിസ്ഥാൻ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പാകിസ്ഥാനികളായിക്കോട്ടെ, മലയാളീസ് ആയിക്കോട്ടെ, റഷ്യൻസ് ആയിക്കോട്ടെ, യൂറോപ്യൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരെയും ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച. ഒന്നിച്ച് കുളിക്കുക, ഏത് നാട്ടുകാരാ, ഏതാ ഒരു മതഭേദമോ അതല്ല ഒരു വിളുമ്പന്മാർ കർമ്മന്മാർ ആ ഒരു രീതിയിലൊന്നും ആരെയും കാണാതെ
എല്ലാവരും ഓരോ മനസ്സോടെ ആഘോഷിക്കുന്ന ഓരോരു പ്ലേസ് ഞാൻ യു എയിൽ കണ്ടത് നമ്മുടെ മറീന. ദുബായ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പറുദീസയാണ്. ആ പറുദീസയിലെ ഒരു ചെറിയ ഏരിയയാണ് നമ്മുടെ